തമിഴ്നാട് മലമറിക്കുമെന്ന് പറയുന്നൊരു BJP നേതാവുണ്ടായിരുന്നു. അണ്ണാമലൈ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ BJP സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിഞ്ഞു. പകരം മറ്റൊരാൾ ആ പദവിയിലേക്ക് എത്തി. പക്ഷേ അതിനിടയിൽ ചില സംഭവങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം ചാട്ടവാറടിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം കഴിഞ്ഞ വർഷം ഡിസംബറിൽ നടത്തിയ ഒരു പ്രഖ്യാപനമുണ്ട്. അതായത് തമിഴ്നാട്ടിലെ DMK സർക്കാരിനെ താഴെ ഇറക്കിയ ശേഷം മാത്രമേ ഞാനിനി ചെരുപ്പിടൂ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഇന്നലെ അദ്ദേഹം ചെരുപ്പിട്ടു. അതിൻ്റെ കാരണം DMK സർക്കാർ താഴെ വീണതോ BJP അധികാരത്തിൽ വന്നതോ അല്ല, മറിച്ച് അദ്ദേഹം BJPയുടെ അധ്യക്ഷ പദവി ഒഴിയുകയും മറ്റൊരാൾ ആ സ്ഥാനത്തേക്ക് വരികയും ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹം അധ്യക്ഷ പദവി ഒഴിഞ്ഞതോടുകൂടി BJP വളരുകയും DMK തളരുകയും ചെയ്തോ എന്നാണ് ചോദിക്കേണ്ടത്. അല്ല, അണ്ണാമലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ എങ്ങനെയാണ് BJP ഒരു ഐക്യനാക്കി അവിടെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നത് എന്ന് നമ്മൾ കണ്ടതാണ്. BJPയുടെ ഒരു നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ തീർത്തും പരാജയപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ 2019 3% വോട്ട് എങ്ങാനും ഉണ്ടായിരുന്നു. 2024 11% വോട്ടിലേക്ക് അദ്ദേഹത്തിന് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് BJP തമിഴ്നാട്ടിൽ തനിച്ച് തന്നെ നിൽക്കണം എന്ന വാശി അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു വാശി പിടിച്ചതിൻ്റെ ഫലമാണ് അദ്ദേഹം ഇന്ന സ്ഥാനത്തില്ലാത്തത്. കാരണം ഇതിനേക്കാൾ കൂടുതലായിട്ട് ആ കാര്യം നന്നായി ബോധ്യമുള്ളവരാണ് കേന്ദ്ര നേതാക്കൾ. അവിടെ അങ്ങനെ തനിച്ച് നിന്നുകൊണ്ട് ഒരു കാര്യം ഒരു 10-15 വർഷത്തേക്കൊന്നും ഇനി ഒന്നും ചെയ്യാനില്ല എന്നുള്ളതൊക്കെ അവർക്കറിയാം. അതുകൊണ്ട് അവർ വളരെ വ്യക്തമായി തന്നെ നമുക്ക് സഖ്യമാണ് ആവശ്യം. സഖ്യത്തിന് ചെന്നപ്പോൾ DMKയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഇദ്ദേഹം അധ്യക്ഷ പദവിയിലിരുന്നുകൊണ്ട് നമുക്ക് സഖ്യം സാധ്യമല്ല എന്നുള്ളതാണ്. അദ്ദേഹത്തോട് ഒഴിയാൻ പറഞ്ഞു, അദ്ദേഹം ഒഴിഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തിന് ചെരുപ്പ് തിരിച്ചു കിട്ടി എന്നുള്ളതല്ലാതെ. അപ്പോൾ ഒരുപക്ഷെ ഈ ചെരുപ്പ് ഇപ്പം നമ്മൾ മഹേഷിൻ്റെ പ്രതികാരത്തിലാണല്ലോ ചെരുപ്പ് ഉരി വെച്ചിട്ടുള്ള പ്രതിജ്ഞ ആണല്ലോ. അപ്പോൾ തിരിച്ച് അല്ലെങ്കിൽ എന്താണ് DMK തിരിച്ച് ഞങ്ങളുടെ സഖ്യത്തിൽ ചേരുന്നത് വരെ ഞാൻ ചെരുപ്പിടില്ല എന്നുള്ളതോ മറ്റോ പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അഭിമാനത്തോടെ ഇപ്പോൾ ചെരുപ്പിട്ട് നടക്കാമായിരുന്നു. ഇതങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത്, ഇതായിരുന്നു. അപ്പോൾ ഇതിലുള്ളൊരു സംഗതി എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഈ വിഷയം പറഞ്ഞതുപോലെ തന്നെയാണ് സ്റ്റാലിൻ്റെ ഒരു അപ്രമാദിത്വം. സ്റ്റാലിൻ നയിക്കുന്ന ഒരു DMK മറുപക്ഷത്തുള്ളപ്പോൾ ഇത്തരത്തിലുള്ള ഏത് തരത്തിലുള്ള പരിപാടികളും ഒരു കോമിക്കായി അവസാനിക്കുന്നു എന്നുള്ളതാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഒന്നാമതായിട്ട് അവരും ദ്രവീഡിയൻ കൾച്ചറുള്ളവരാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതൊരിക്കലും എന്താ പറയുക, ഒരു ഹിന്ദുവൈസ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഹിന്ദിയൈസ് ചെയ്യപ്പെട്ട ഒരു പൊളിറ്റിക്സിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ള ഇവരുടെ ശ്രമങ്ങളൊന്നും അല്ലെങ്കിൽ അതിനെ മോൾഡ് ചെയ്യാനുള്ള ഒരു ശ്രമങ്ങളൊന്നും ഒരു കാരണവശാലും വിജയിക്കില്ല. നേരത്തെ അജിംസ് പറഞ്ഞ പോലെ തന്നെ BJPക്ക് സ്വന്തം നേട്ടങ്ങൾ പോലും അവിടെ ഒന്ന് പറയാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ BJP കേന്ദ്രം ഭരിക്കുന്ന BJP ഞങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഇതാണ് അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് പോലും പ്രസംഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് അവർ. കാരണം ഹിന്ദി മൂന്നാം ഭാഷയായിട്ട് അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു ഭാഷയായിട്ട് ഹിന്ദി കൂടി പഠിക്കണം എന്ന് പരോക്ഷമായി നിർബന്ധിക്കുന്ന ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അതൊരിക്കലും അവർക്ക് സ്വീകാര്യമല്ല. അത് ആർക്ക് അണ്ണാമലയ്ക്ക് ഉൾപ്പെടെ അത് സ്വീകാര്യമല്ലാത്തൊരു കാര്യമാണ്. അതിനുവേണ്ടി എങ്ങനെ നിലകൊള്ളാൻ കഴിയും? അതുകൊണ്ട് BJPക്ക് മുദ്രാവാക്യങ്ങൾ ഉയർത്താൻ കഴിയാത്തൊരു സംസ്ഥാനമാണ് തമിഴ്നാട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവരുടേതായിട്ടുള്ള സ്വന്തം മുദ്രാവാക്യങ്ങളൊന്നും അവിടെ വിലപ്പോവില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് അണ്ണാമലൈ ഒരു പരാജയമായി മാറുന്നത് എന്നെനിക്ക് തോന്നുന്നു. പിന്നെ കാണാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ DMKയുമായി ചേർന്നുകൊണ്ടാണ് ഒരു അവരുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേക്ക് അവരുടെ നീക്കങ്ങൾ നടന്നിട്ടുള്ളത്. ഇപ്പോഴും അത് മാത്രമല്ലാതെ മറ്റൊരു ഓപ്ഷനും അവർക്കില്ല എന്നുള്ളതിൻ്റെ തിരിച്ചറിവാണ് ആ ഒരു സഖ്യത്തിലേക്ക് വീണ്ടും എത്തിയത്. അതിൽ ഞാൻ വിചാരിക്കുന്നത് അണ്ണാമലയെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ഒരു കാര്യമാണ്. അണ്ണാമലയെ ദേശീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയുന്നവരുണ്ട്. വൈസ് പ്രസിഡൻറ്റോ ജനറൽ സെക്രട്ടറിയോ ഒക്കെ ആക്കി അവിടെ അവിടെ ദേശീയ തലത്തിൽ ഇപ്പോൾ അബ്ദുള്ള കുട്ടിയോ ഒരു അബ്ദുള്ള കുട്ടി. മാത്രമല്ല ഇപ്പോൾ ശരിക്കും കേന്ദ്ര മന്ത്രിസഭയിലുള്ളത് തമിഴ്നാട്ടിൽ നിന്നുള്ള BJPയുടെ അംഗമായിട്ടുള്ളത് L. നാഗരാജു അങ്ങനെ എന്തോ ഒരു പേരാണ്. അണ്ണാമലയേക്കാൾ വളരെ ജൂനിയറാണ്. അപ്പോൾ അദ്ദേഹത്തിന് വളരെ ജൂനിയറായ ഒരാൾ അവിടെ കേന്ദ്രമന്ത്രി ആയിരിക്കുകയും അണ്ണാമലൈ ഇവിടെ ഒന്നും അല്ലാതായിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലരൊക്കെ പറയുന്നുണ്ട് കേരളത്തിലേക്ക് വന്ന് കേരളത്തിന് ചുമതല കൊടുത്തിട്ട് അദ്ദേഹം BJP ഇവിടെ കെട്ടിക്കൊടുക്കാനുള്ള ഒരു ശ്രമത്തിൽ പോകുന്നു. ചിരി വരികയാണ്. അപ്പോൾ പക്ഷേ കേന്ദ്ര തലത്തിലേക്ക് ഇപ്പോൾ ഒരു മന്ത്രിസഭാ പുനഃസംഘടനയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. ഒരാളെ കൂട്ടിച്ചേർക്കാനൊന്നും ഇപ്പോൾ തയ്യാറാവില്ല. പക്ഷേ കാത്തിരുന്നാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് അത് ലഭ്യമാകും എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ
അങ്ങനെ നിൽക്കും. അത് ഇതിൽ വലിയ കാര്യമായ ഒരു വളർച്ചയോ ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്തടത്ത് അണ്ണാമലയ്ക്ക് ഇങ്ങനെയുള്ള ചില ഗോഷ്ഠികൾ കാണിച്ച് ജീവിക്കാം എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ DMK നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വലിയ നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പുറത്ത് ഇപ്പം പല പാർട്ടികളാണ്. BJP ഉണ്ട്, അണ്ണാ DMK ഉണ്ട്, വിജയുടെ പാർട്ടിയുണ്ട്, ഇവരൊക്കെ ഉണ്ട്. ഇവരൊക്കെ നിലനിൽപ്പ് എങ്ങനെ എന്നുള്ളൊരു ആശയക്കുഴപ്പത്തിലാണോ? അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ജയലളിതയുടെ മരണത്തിന് ശേഷം AIADMKക്ക് നേരിട്ട ഇലക്ട്രലായിട്ടും സംഘടനാപരമായിട്ടുള്ള തിരിച്ചടിയുണ്ട്. ആ തിരിച്ചടി എന്ന് പറഞ്ഞാൽ ചെറുതല്ല. ഒന്ന്, ആ പാർട്ടി പിളർന്നു. TTV ദിനകരൻ്റെ നേതൃത്വത്തിൽ മറ്റൊരു പാർട്ടി ഉണ്ടാക്കി. അപ്പോൾ ആ പാർട്ടി സംഘടനാപരമായി ദുർബലമായി. ഒന്ന്. രണ്ട്, തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ട് ഷെയർ വലിയ തോതിൽ കുറഞ്ഞു. അത് പല കാരണങ്ങൾ അതിന് പറയുന്നുണ്ട്. ഒന്ന്, ജയലളിതയുടെ മരണം ഉണ്ടാക്കിയ ഒരു ജനപ്രീതി നഷ്ടം. അങ്ങനെ ഒരു ടവറിംഗ് ലീഡർ അവർക്കില്ല. ഇപ്പോൾ എടപ്പാടി പളനിസ്വാമിയോ അല്ലെങ്കിൽ O പനീർശെൽവമോ അങ്ങനെ ഒരു ക്രൗഡ് പുള്ളർ നേതാക്കന്മാരെയല്ല. അപ്പോൾ പിന്നെ ഈ AIADMK DMK പറയുന്ന ഒരേ രാഷ്ട്രീയമാണ് എന്ന് പറയുമ്പോൾ പോലും AIADMK കൂടുതൽ സമയവും NDA മുന്നണിയിലാണ്. അപ്പോൾ BJPയുടെ അസ്പൃശ്യത AIADMKയുടെ ന്യൂനപക്ഷ വോട്ടുകളെ കുറച്ചു എന്ന് വിലയിരുത്തുന്നവരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് ഇറങ്ങിപ്പോരണമെന്ന് പറഞ്ഞാൽ വലിയ സമ്മർദ്ദത്തിൽ അവർ അതിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അതിൽ അണ്ണാമലയുടെ പങ്ക് ചെറുതല്ല കേട്ടോ. അണ്ണാമലയുടെ ദ്രാവിഡ വിരുദ്ധ പ്രസ്താവനകൾ കൊണ്ടാണ് അവർക്ക് ഇറങ്ങിപ്പോരേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെ ഇറങ്ങിപ്പോന്നു കഴിഞ്ഞപ്പോഴാണ് ഈ വിജയുടെ പാർട്ടി രൂപം കൊള്ളുന്നത്. അപ്പോൾ ഈ വിജയുടെ പാർട്ടി വരുന്നത് ആരുടെ വോട്ടായിരിക്കും കാവ് ചെയ്യുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ഇപ്പോൾ നിലവിൽ DMK മാത്രമല്ല, DMK മുന്നണി അതിശക്തമായൊരു പൊസിഷനിലാണുള്ളത് കഴിഞ്ഞ 5 വർഷമായിട്ട്. അവർക്കൊരു എതിരാളിയില്ല, ശക്തമായ പ്രതിപക്ഷമില്ല. ശക്തമായ പ്രതിപക്ഷമില്ലാത്ത ഏത് സർക്കാരും ടോട്ടലിറ്റേറിയൻ സർക്കാരായി മാറും. അതിൻ്റെ എല്ലാ കുഴപ്പവും സ്റ്റാലിൻ്റെ ഭരണകൂടത്തിനുണ്ട്. ഇപ്പോൾ സ്റ്റാലിൻ പുരോഗമനപരമായ ആശയങ്ങൾ പറയുന്നു, കേന്ദ്രത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഫെഡറലിസം പറയുന്നു. എങ്കിൽ പോലും കൃത്യമായി ഒരു ഒപ്പോസിഷൻ്റെ സ്ക്രൂട്ടിനി നടക്കാത്ത ഒരു ഭരണകൂടം അത് കറപ്റ്റഡ് ആവുന്നുള്ള തർക്കമൊന്നുമില്ല. പിന്നെ തമിഴ്നാട്ടിലെ അഴിമതി എന്ന് പറയുന്നത് ഒരു പുതിയ പ്രതിഭാസമല്ല. അത് ഏത് പാർട്ടിയാണെങ്കിലും അവിടെ അഴിമതി ഉണ്ടാവും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ശക്തമായ പ്രതിപക്ഷമില്ലാത്തതിൻ്റെ എല്ലാ കുഴപ്പവും തമിഴ്നാട്ടിലുണ്ട്, ഈ DMK സർക്കാരിനുമുണ്ട്. അപ്പോൾ അവിടെ ഒരു ശക്തമായ പ്രതിപക്ഷം വരണമെങ്കിൽ ആര് വരണം? അത് AIADMK ഒറ്റയ്ക്ക് നിന്നാൽ പറ്റുമോ? അപ്പോൾ AIADMK NDAയിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നതിൻ്റെ കാരണം ഈ അണ്ണാമല ഉൾപ്പെടെയുള്ള BJPയുടെ ദ്രാവിഡ വിരുദ്ധ സമീപനം, തമിഴ്നാട് വിരുദ്ധ സമീപനം, അണ്ണാമലയുടെ ദ്രാവിഡ വിരുദ്ധ സമീപനം, ഇതുകൊണ്ട് ഇറങ്ങിപ്പോകുന്നതാണ്, പറ്റാണ്ട് ഇറങ്ങിപ്പോകുന്നതാണ്. അപ്പോൾ പറ്റാണ്ട് ഇറങ്ങിപ്പോകുമ്പോഴാണ് വിജയുടെ പാർട്ടി വരുന്നത്. അപ്പോൾ വിജയുടെ പാർട്ടി വന്നാൽ നമ്മുടെ വോട്ട് തന്നെയല്ലേ കൊണ്ടുപോവുക? നമ്മുടെ വോട്ട് ഷെയർ തന്നെയാണ് അദ്ദേഹം കൊണ്ടുപോകുന്നതെങ്കിൽ ഒറ്റയ്ക്ക് നിന്നാൽ പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ AIADMK തൂഫാനായി മാറും. കാരണം 30%-ലധികം വോട്ടുണ്ടായിരുന്ന പാർട്ടിക്ക് ഇപ്പോൾ 25% താഴെയാണ് അവരുടെ വോട്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യും? ഇനി ഒറ്റയ്ക്ക് നിന്ന് BJPയും വിജയുടെ പാർട്ടിയും 3-3 നിന്നിട്ട് DMK നേരിടാൻ നോക്കിയാൽ ചിലപ്പോൾ BJP 3.5%-ൽ നിന്ന് 15%-ലേക്ക് അണ്ണാമലയുടെ കാലത്ത് വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് നിസ്സാര നേട്ടമല്ല. ആ വോട്ട് ആരുടെയാണ്? അത് AIADMKയുടെ വോട്ടാണ്. അതവർക്ക് മനസ്സിലായി. ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യും? വിജയുടെ പാർട്ടി കൂടി വന്നാൽ ഇപ്പോൾ ഉള്ള 20-ൽ നിന്ന് അത് 10%-ലേക്ക് താഴാൻ സാധ്യതയുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് വീണ്ടും തിരികെ NDA മുന്നണിയിലേക്ക് അവർ പോകുന്നത്. കാരണം അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഉള്ള വോട്ടെങ്കിലും സംരക്ഷിക്കാം എന്നുള്ളതാണ്. പക്ഷേ BJP എല്ലാ കാലത്തും എവിടെയും അവർക്ക് സ്വാധീനമില്ലാത്ത മേഖലകളിൽ ഇങ്ങനെ അവിടെയുള്ള തദ്ദേശീയമായ പാർട്ടികളോടൊപ്പം കൂടുകയും അവരുടെ വോട്ട് കാർന്നുകയും ഒന്നുകിൽ അവരെ പിളർത്തുകയോ അല്ലെങ്കിൽ ആ പാർട്ടി വിഴുങ്ങുകയോ ചെയ്തുകൊണ്ട് സ്വയം വളരുന്ന ഒരു പാർട്ടിയാണ് എന്നുള്ളൊരു പൂർവ്വചരിത്രമുണ്ട്. അപ്പോൾ AIADMK തിരികെ വീണ്ടും ചെന്നത് പുലിമടയിലേക്കാണ്. അവരെ തിന്നാൻ നിൽക്കുന്ന പുലിയുടെ അടുത്തേക്കാണെന്നുള്ളത് നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പിലേ കാണാൻ പറ്റൂ. വിജയ് എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളതും അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്ക് അറിയാൻ പറ്റൂ. പക്ഷേ ഈ അണ്ണാമല എന്ന് പറയുന്ന ലീഡർ തീർച്ചയായിട്ടും അവർ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചിട്ടുണ്ടല്ലോ, അതൊരു നേട്ടം തന്നെയാണ് അണ്ണാമലയുടെ. 3% നിന്ന് 5 കൊല്ലം കൊണ്ട് 15% മാറ്റിയിട്ടുണ്ട്. പക്ഷെ അണ്ണാമലയെ ഒട്ടും തമിഴ് പൊളിറ്റിക്സിന് പറ്റിയ ആളെയല്ല എന്ന് അദ്ദേഹം പലവട്ടം തെളിയിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അത് തെളിയിച്ചത് തമിഴ്നാട്ടിലല്ല, കർണാടകയിലാണ്. കാരണം ഇദ്ദേഹം കർണാടക കേഡറിലുള്ള ഒരു IPS ഉദ്യോഗസ്ഥനായിരുന്നല്ലോ. അപ്പോൾ കർണാടക അസംബ്ലി തെരഞ്ഞെടുപ്പ് കാലത്ത് BJP അവിടുത്തെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിന് നിയോഗിച്ചത് തമിഴ്നാട്ടുകാരനായ അണ്ണാമലയാണ്. അത് നിയോഗിക്കാനുള്ള കാരണം അദ്ദേഹത്തിന് കർണാടകയിൽ പ്രവർത്തിച്ച് പരിചയമുണ്ടെന്നുള്ളതാണ്. അവിടെ എന്താണ് BJP സംഭവിച്ചത് നമുക്കറിയാം. ജഗദീഷ് ഷട്ടറിനെ പോലെ ഒരു മുൻ മുഖ്യമന്ത്രി പാർട്ടി വിട്ട് എതിർചേരിയിൽ മത്സരിച്ചു. അദ്ദേഹം പറഞ്ഞെന്താ? എൻ്റെ കൂടെ എനിക്ക് സല്യൂട്ട് അടിച്ചുകൊണ്ടിരുന്ന ഒരാൾ അയാളുടെ മുമ്പിൽ പോയി എനിക്കൊരു സീറ്റ് തരാമോ എന്ന് ഞാൻ ചോദിക്കേണ്ടി വരുന്ന അവസ്ഥ. അപ്പോൾ അയാൾ ഒരു IPSകാരനായിരുന്നു. അയാൾ വന്ന് രാഷ്ട്രീയത്തിൽ വന്ന് മറ്റൊരു സംസ്ഥാനാധ്യക്ഷനായി. ഇതൊക്കെ മനസ്സിലാക്കാൻ തക്ക രാഷ്ട്രീയ ബോധമില്ലാത്ത ആളല്ല ഷട്ടറിൻ്റെ പ്രശ്നം എന്താണ്? ഇവനെ പോലുള്ളവരുടെ മുമ്പിൽ എനിക്ക് സീറ്റ് ചോദിക്കണമല്ലോ എന്നുള്ളതാണ് ആ പറഞ്ഞതിനർത്ഥം. അപ്പോൾ അണ്ണാമല യഥാർത്ഥത്തിൽ എക്സ്പോസ്ഡ് ആയത് കർണാടകയിലാണ്. തിരികെ അവിടെ വന്നിട്ട് പിന്നെ കാണിക്കുന്നത് മുഴുവൻ തിയേട്രിക്സാണ്. ചാട്ടവാറ് കൊണ്ട് ദേഹത്തടിക്കുന്നു, ചെരുപ്പിടില്ല എന്ന് പ്രഖ്യാപിക്കുന്നു, എന്തൊക്കെയോ അദ്ദേഹം ചെയ്തു കൂട്ടുവാണ് ഹാലിൽ. അത് പരാജയപ്പെട്ടു പോയി, പാളിപ്പോയി. തമിഴ്നാട്ടിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ എടപ്പാടി പളനിസ്വാമിയും അണ്ണാമലയും ഒരേ ജാതി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അവർ രണ്ടുപേരും
കൗണ്ടർ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ നമുക്കറിയാം തമിഴ്നാട്ടിൽ ഏതാണ്ട് 68% OBC വിഭാഗമാണുള്ളത്, ബാക്കിയെല്ലാം കൂടി ഉള്ളതാണ് ബാക്കിയുള്ളത്. അപ്പോൾ അണ്ണാമലയും കൗണ്ടർ, എടപ്പാടി പളനിസ്വാമിയും കൗണ്ടർ, അങ്ങനെ BJP IDMK അലയൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ഇവരുടെ വോട്ട് പെർസെൻറ്റേജ് വർദ്ധിക്കാനുള്ള സാധ്യത കുറയാണ്. അതൊരു കൗണ്ടർ സഖ്യമായി മാറുന്നു. അപ്പോൾ എന്തുകൊണ്ട് എന്തായി, കൗണ്ടറായ അണ്ണാമലയെ മാറ്റി പുതിയ BJP സംസ്ഥാന അധ്യക്ഷൻ മറ്റേ തേവർ സമുദായത്തിൽ, അതും ഒരു OBC വിഭാഗമാണ്, ആ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ കൊണ്ടുവരുന്നു. അത് കാസ്റ്റ് പൊളിറ്റിക്സ് ആണ്. ഉത്തരേന്ത്യയിലൊക്കെ BJP പയറുന്ന കാസ്റ്റ് പൊളിറ്റിക്സ് തന്നെയാണ് ഇവിടെയും പയറ്റുന്നത്. പക്ഷേ അതുകൊണ്ടൊക്കെ വോട്ട് വർദ്ധിക്കുമോ എന്ന് കണ്ടറിയണം. എന്തായാലും DMK-യെ സംബന്ധിച്ച് വളരെ നല്ല കാലമാണ്. അവരുടെ ഒപ്പോസിഷൻ ചിതറി നിൽക്കുന്നു. ഒരു വശത്ത് വിജയ്, ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന BJP IDMK-യും. പക്ഷെ അവർക്ക് പുതിയ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറാനും DMK-ക്ക് എതിരായ വോട്ടുകളെ സമാഹരിക്കാനും അങ്ങനെ സമാഹരിച്ച് അധികാരത്തിൽ കയറാനും കഴിയുമോ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. യെസ്.